ചലച്ചിത്ര കാഴ്ചപ്പാടുകൾ നവീകരിക്കപ്പെടണമെന്ന് ചലച്ചിത്ര നിരൂപകൻ വി.കെ. ജോസഫ്. ഇന്ത്യൻ സിനിമ ഹിന്ദി സിനിമയാണെന്ന പൊതുബോധത്തിൽ പ്രാദേശിക ഭാഷാ സിനിമകളെയെല്ലാം ആസൂത്രിതമായി പാർശ്വവൽക്കരിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദിയിലെ റിയാദിൽ സംഘടിപ്പിച്ച ഫിലിം ക്രിട്ടിക്സ് കോൺഫറൻസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിയാദിലെ ചില്ലയുടെ ചലച്ചിത്ര സംവാദത്തിന് ആമുഖ പ്രഭാഷണം നിർവഹിക്കുന്നതിനിടയിലായിരുന്നു പരാമർശം. ഇന്ത്യൻ സിനിമയെന്നാൽ ഹിന്ദി സിനിമയാണെന്ന പൊതുബോധത്തിൽ പ്രാദേശിക ഭാഷാ സിനിമകളെയെല്ലാം ആസൂത്രിതമായി പാർശ്വവൽക്കരിക്കുകയാണ് ചെയ്തതെന്നും സൗദി അറേബ്യ ചലച്ചിത്ര മേഖലയിൽ നടത്തുന്ന ഇടപെടലുകളും പരീക്ഷണങ്ങളും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും ഒരു ജനതയുടെ സാംസ്കാരിക പുരോഗതിയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്നും വി.കെ. ജോസഫ് സൂചിപ്പിച്ചു. ഒളിച്ചു വെക്കപ്പെട്ടിട്ടുള്ള അടയാളങ്ങൾ, ചില ആശയങ്ങൾ, അത് നമ്മൾ ഒരുപക്ഷെ പലപ്പോഴും കാണാറില്ല. കാരണം അത് നമ്മുടെ വിഷയമല്ല. നമ്മളെ രസിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ അതിന് കൈയടിക്കും. ഇന്ത്യ നിന്ന സ്ഥലത്തു നിന്ന് പിറകോട്ട് പോകുമ്പോൾ സൗദി അറേബ്യ മുന്നോട്ട് പോവുകയാണ്. സവർക്കറിനെ അവതരിപ്പിക്കുന്ന സിനിമ ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഉദ്ഘാടന ചിത്രമാകുന്നത് തന്നെ ഇതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബാബരി മസ്ജിദിന്റെ തകർക്കലിനോടനുബന്ധിച്ച് മലയാളത്തിൽ ഇറങ്ങിയ ധ്രുവം എന്ന സിനിമ ഉൽപ്പാദിപ്പിച്ച ഫ്യൂഡൽ വർഗീയ ഫാസിസ്റ്റ് ബോധം കുറേക്കാലം മലയാള സിനിമയെ ഭരിച്ചതായും അദ്ദേഹം ആരോപിച്ചു. ചലച്ചിത്ര പഠനത്തിന് സുവർണ കമലമടക്കം നിരവധി അംഗീകാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചലച്ചിത്ര സംബന്ധിയായ നിരവധി പുസ്തകങ്ങളും ഇദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. സുരേഷ് ലാൽ, എം ഫൈസൽ, KPM സാദിഖ്, സിജിൻ കുവള്ളൂർ, നജീം കൊച്ചുകലങ്ക്, ബിനീഷ്, സീബ കുവോട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. മീഡിയ 1, റിയാദ്.